പ്രിയമുള്ള കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കിന്ന് ഒരു കാഴ്ച കാണിച്ചു തന്നില്ലേ, ഒരു ടിക്കറ്റ്. ഞാൻ ഇന്നൊരു ബസ്സിൽ യാത്ര ചെയ്ത് ഞാൻ മുഖാന്തരം ആരുടെ ഒരു പണി കളയിപ്പിക്കാനല്ല ഞാനീ പറയണേ. ഇത് അവനവൻ്റെ മുതലാണ്. എൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബവും ഞാൻ എൻ്റെ ഇത് അരി മേടിച്ച് പോകണമെന്നുള്ള ചിന്താഗതിയെങ്കിലും ഈ പണി കിട്ടിയിരിക്കുന്ന ആളുകളെങ്കിലും ഒന്ന് ചിന്തിക്കണം. ഇത് ഞാൻ ഇന്ന് യാത്ര ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു ബസ് ടിക്കറ്റായത്. ഇത് നിങ്ങൾ കണ്ടു നോക്കുക. ഈ ബസ് ടിക്കറ്റ് ഞാനിത് വണ്ടിയിലൊരു സംശയം തോന്നി. ഞാൻ അടുത്തിരുന്ന ഒരു സ്ത്രീയോട് നിങ്ങളുടെ ടിക്കറ്റ് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അവർക്ക് കൊടുത്തിരിക്കുന്ന ടിക്കറ്റും എനിക്ക് തന്നിരിക്കുന്ന ടിക്കറ്റും ഒരേ രീതിയിലുള്ള ടിക്കറ്റാണത്. നിങ്ങൾ തൊട്ടടുത്തിരുന്ന ഒരു ചങ്ങാതിയുടെ ഞാൻ അതിൻ്റെ ഇത് നോക്കി. ഇതുപോലുള്ള ആളുകൾ ഇതുണ്ട, ഈ ടിക്കറ്റിനകത്ത് 0 ടിക്കറ്റാണിത്. എന്തിനാ ഇവരിങ്ങനെ? ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? കണ്ടക്ടർമാർക്ക് ശമ്പളം കിട്ടണില്ലേ? അല്ലേ, ശമ്പളമാർക്ക് കിട്ടണില്ലേ? ഞാൻ ആദ്യം തന്നെ ടിക്കറ്റിൻ്റെ ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. ഇവർ പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരാൾക്ക് 25 രൂപയുടെ ടിക്കറ്റാണിത്. ഈ വണ്ടിയുടെ ഡീസലടി ആളുകൾക്ക് സൗജന്യം കൊടുത്തു. ഇതൊരു മുതലാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ട് കൊടുക്കുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലൊന്നും പെടണ്ടേ? നിങ്ങൾ എന്നെ കേൾക്കുന്ന എൻ്റെ ഗവൺമെൻറ്റിൽ ആരെങ്കിലും കൂടുതൽ നീതി ഉണ്ടെങ്കിൽ, ഞാൻ ആരുടെയും പണി കളയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ആളുടെ പേരും പറയുന്നില്ല, വണ്ടി പറയുന്നില്ല. കാരണം അങ്ങേർക്ക് തന്നെ അറിയായിരിക്കും ഇത് എന്നെ കാണുമ്പോൾ എന്താ അന്യായം അത്. ഒരാൾക്ക് ഫ്രീ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കണ്ടക്ടർമാർക്ക് ഫ്രീ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ പൈസ കൊടുത്തിട്ടല്ലേ. ഞാൻ പൈസ കൊടുത്ത് എന്നോട് 25 രൂപ വാങ്ങിയതാണ്. എന്നിട്ടാണ് ഞാൻ പോയി ടിക്കറ്റ് എന്തോ ഒരു പുതിയ ഞാൻ കയറാറില്ല, അദൃശ്യമായിട്ട് കയറി ആ ടിക്കറ്റ് ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി ഞാൻ അതും നോക്കി. ഇതും കൂടെ കൂടി രണ്ടും സെയിമാണ്. അപ്പം എൻ്റെ തൊട്ടടുത്തിരുന്നൊരു ചങ്ങായിയുടെ കൂടെ കൂടി ഇത് നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് കറക്റ്റ് ടിക്കറ്റിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇത് കാണിച്ചിട്ടില്ല. ഇത് എൻ്റെ കയ്യിൽ പുള്ളിയുടെ എല്ലാ എവിഡൻസും ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ സബ്മിറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഒരു തർക്കവും വേണ്ട. ഞാൻ ആരുടെയും പണി കളയിപ്പിക്കാനൊന്നുമല്ല. എന്നാലും ഇനിയിപ്പോൾ ആ പുള്ളി എന്നോട് ഒച്ചപ്പാടും ബഹളമായിട്ട് വന്നു കഴിഞ്ഞാൽ അന്നേരം ഞാൻ നിയമ നടപടികളുമായിട്ട് തന്നെ വരും. ഞാൻ ചിലപ്പോൾ എൻ്റെ ടിക്കറ്റ് സൂക്ഷിച്ചു വെച്ചിട്ട് ഇന്ന് 1-ാം തീയതിയാണ്. ഇന്ന് 1/6 അല്ലേ? ജൂലൈ മാസം. അതെ, 1/6 ഞാൻ ഇന്നത്തെ യാത്രയിലുണ്ടായ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ഓക്കെ, എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന ഏതെങ്കിലും കണ്ടക്ടർമാരും ഇതുണ്ടെങ്കിൽ, ഇതുപോലുള്ള ആളുകൾ പ്രതികരിക്കാനുണ്ടെന്നെങ്കിൽ, നിങ്ങളിൽ തന്നെ പ്രതികരിക്കുന്ന ഏറെ ആളുകളുണ്ട്. നിങ്ങൾ ആ ചങ്ങാതി ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം മണ്ടന്മാരാകുമല്ലേ ചെയ്യണേ? നിങ്ങളും ചെയ്യുന്ന ഞാനില്ലെങ്കിൽ പറയണേ. ഒരാൾ മാത്രം ബുദ്ധിമാനായിട്ട് എന്താ കാര്യം? എന്ത് അന്യായമായത്! മോശം.